ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് മെറ്റ ആഡ്സ്, സ്നാപ്ചാറ്റ് ആഡ്സ്, ടിക്ടോക്ക് ആഡ്സ്, ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു ഓവർവ്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇന്നത്തെ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം നമുക്ക് എങ്ങനെയാണ് സ്നാപ്ചാറ്റിൽ എങ്ങനെ നമ്മൾ ആഡ്സ് റൺ ചെയ്യാം എന്നുള്ള കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. സോ ഇതിൽ ബേസിക്കലി വീഡിയോട്ട് പോകുന്ന മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഇതിൽ ഓൾറെഡി ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഞാൻ ഈ സ്നാപ്ചാറ്റ് ബിസിനസ് അക്കൗണ്ടിൽ ക്രിയേറ്റ് ആക്കുന്ന ഓപ്ഷൻ എനിക്കില്ല. അപ്പോൾ ഡയറക്റ്റ് ഞാൻ അടിച്ചു കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഡയറക്റ്റ് എൻ്റെ ഒരു ബിസിനസ് ഡാഷ്ബോർഡിലേക്ക് പോകും. എൻ്റെ സ്നാപ്ചാറ്റിൻ്റെ ബിസിനസ് ഡാഷ്ബോർഡിലേക്ക് കടക്കാൻ പറ്റും. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു സ്നാപ്ചാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് പിന്നെ തുടങ്ങി അതിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഫില്ലാക്കി ഒന്ന് സേവ് ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ പോകുമ്പോൾ ഞാൻ പറയാം, എൻ്റെ സ്നാപ്ചാറ്റ് ആഡ്സ് മാനേജർ ഓപ്പൺ ആക്കി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ, നിങ്ങൾ ഗൂഗിളിൽ കയറുക, സ്നാപ്ചാറ്റ് ആഡ്സ് മാനേജർ സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, നിങ്ങളുടെ പാസ്വേഡ്, ജിമെയിൽ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളതിലേക്ക് ലോഗിൻ ആവും. അങ്ങനെ ലോഗിൻ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്ന ഒരു പോപ്പപ്പാണ്. അങ്ങനെ ഒരു ഇൻട്രാഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഡയറക്റ്റ് നമുക്കൊരു ക്യാമ്പയിൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നൊരു പോപ്പപ്പാണ് സ്നാപ്ചാറ്റിൽ. നിങ്ങൾക്ക് ഫസ്റ്റ് ഇതൊരു ഇൻട്രാഫേസ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. സോ നിങ്ങൾക്കിത് കാണുമ്പോൾ അവയർനെസ്, എൻഗേജ്മെൻറ്റ്, ട്രാഫിക്, ലീഡ്സ്, ആപ്പ് പ്രൊമോഷൻ, ഏകദേശം നമ്മളൊരു മെറ്റാഡ്സ് എങ്ങനെ റൺ ചെയ്യണത് സെയിം പ്രൊസീജിയർ, സെയിം ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് ഈ ഒരു സ്നാപ്പിൽ വരുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം. അവയർനെസ് ആൻഡ് എൻഗേജ്മെൻറ്റ്, ഇതിൽ ചെറിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ്സും വേറെ ഓപ്ഷന്, എൻഗേജ്മെൻറ്റ് വേറെ ഓപ്ഷൻ അങ്ങനെയായിരുന്നു. സോ ഇതിൽ രണ്ടും ഒരേ ലൈനിലാണ് വന്നിട്ടുള്ളത്. അവയർനെസ്, ട്രാഫിക്, ലീഡ്സ്, ആപ്പ് പ്രൊമോഷൻ, സെയിൽസ് ഏകദേശം സെയിം ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഏകദേശം ഒബ്ജക്റ്റീവ്സ് എങ്ങനെയൊക്കെയാണ്, അതൊക്കെ കറക്റ്റ് ആ ഒരു സെയിം ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ക്യാമ്പയിൻസും എന്ത് ഉദ്ദേശത്തിലാണോ നമ്മൾ ഓരോ ആഡ് റണ്ണ് ചെയ്യുന്നത്, ഇൻ കേസ് അതായത് നമ്മളിപ്പോൾ മെറ്റയിൽ എങ്ങനെയാണ് റണ്ണ് ചെയ്തിരുന്നത്, നമ്മൾ വീഡിയോസിന് നല്ല റീച്ച് കിട്ടിയാൽ മതി എന്നുള്ള 4 ആൾക്കാർ അറിയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ആഡിന് നമ്മളെന്താ ചെയ്യില്ല, അവയർനെസ് ക്യാമ്പയിനാണ്. സോ നമുക്ക് എൻക്വയറി കോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ക്യാമ്പയിന് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ. പക്ഷേ ഇതിൽ രണ്ടും തമ്മിൽ ഒറ്റയടിക്കാണ്. അതായത് നമുക്കിവിടെ നോക്കിയാൽ പറ്റും ബ്രാൻഡ് അവയർനെസ്, വീഡിയോ വ്യൂസ്, ആഡ് എൻഗേജ്മെൻറ്റ്, പ്ലേസ് പ്രൊമോഷന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് അവയർനെസ് ആൻഡ് എൻഗേജ്മെൻറ്റ്. ഏകദേശം നമ്മൾ മെറ്റയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ. ട്രാഫിക് ആയാലും അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ്, അതുപോലെ തന്നെ ലാൻഡിംഗ് പേജിലേക്ക്, പ്രൊഫൈലിലേക്കൊക്കെ ക്ലിക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാഫിക്, ലീഡ്സ്, അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് ലീഡ്സ് വരിക, ലാൻഡിംഗ് പേജിൻ്റെ വ്യൂസ് കൂട്ടുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഈ ട്രാഫിക്കിൽ. പിന്നെ ലീഡ്സ് ആയാലും ലീഡ്സ്, പിന്നെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ലീഡ്സ് ഫോം, വെബ്സൈറ്റിൽ സൈനപ്പ്, കോൾ ടു ആക്ഷന്, പിന്നെ ആപ്പ് പ്രൊമോഷൻ, ആപ്പ് ഇൻസ്റ്റാളേഷൻ കൂട്ടുക, പിന്നെ അതുപോലെ തന്നെ ആപ്പ് ഇൻസ്റ്റാൾസിൻ്റെ അതിൽ ഇൻസ്റ്റാൾ കൂട്ടി അതിനൊരു ആക്ഷൻ കൊണ്ടുവരിക, പിന്നെ ആപ്പിലേക്ക് തന്നെ റീ എൻഗേജ്മെൻറ്റ്, കൂടുതൽ ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ള മെയിനാണ് ആപ്പ് പ്രൊമോഷന്. സെയിൽസ് ആയാലും ഒരു ഷോപ്പിഫൈ പോലത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മെയിനായിട്ട് ആഡ് റൺ ചെയ്യുമ്പോൾ ഒരു അറബ്സ് കൺട്രിയിലേക്ക് ടാർഗറ്റ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് സെയിൽസ്. സോ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സെയിൽസ്. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മാനേജ്, അതായത് ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. അതായത് ക്രിയേറ്റ് ആഡ്സ്, മാനേജ് ആഡ്സ്, അതുപോലെ തന്നെ ഹെൽപ്പ് സെൻറ്റർ, ഇവൻറ്റ് മാനേജർ, ഓഡിയൻസ്, പിക്സൽസ്, ആപ്പ്, കാറ്റഗറി, ക്രിയേറ്റീവ് ലൈബ്രറി തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. സോ നമുക്ക് മെയിനായിട്ട് കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാര്യം മനസ്സിലാക്കുക. മാനേജ് ആഡ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് ആഡ്സ് ഉണ്ടാവും. അത് നമ്മൾ പുതിയൊരു ആഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ക്രിയേറ്റ് ആഡ്സ് സെലക്ട് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ട പോപ്പിലേക്ക് പോകും. അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു ആഡ് റൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ആഡിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ആഡ്സിന് എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനേജ് ആഡ്സിൽ പോയിട്ട് അതിൽ എഡിറ്റ് വരുത്താം. പിന്നെ ഹെൽപ്പ് സെൻറ്ററിൽ എന്തെങ്കിലും നമ്മൾ ഈ ആഡ്സ് മാനേജറിനെ ഈ ആഡ് അക്കൗണ്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യമുണ്ടെങ്കിൽ നമ്മൾ സ്നാപ്ചാറ്റിലേക്ക് ഡയറക്റ്റ് മെയിൽ അയച്ച് പോകുന്നൊരു പ്രൊസീജിയറാണ്. അടുത്തത് ഇവൻറ്റ് മാനേജർ ആയാലും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൻ്റെ നമ്മൾ കംപ്ലീറ്റ് സിഗ്നൽ സെറ്റപ്പ്, നമ്മളെ ഹെൽത്ത് എങ്ങനെ, ഇതിന് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല.
നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യം നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യുക, ആഡ് എങ്ങനെ മാനേജ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അനലിറ്റിക്സും കാര്യങ്ങളും നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ഡാഷ്ബോർഡിൽ ഡയറക്റ്റ് കയറിയ ശേഷം നമ്മൾ ഏതൊക്കെ ആഡ് റൺ ചെയ്തിരിക്കണോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാൻ, കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആഡിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ഡാഷ്ബോർഡിൽ പോയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബില്ലിംഗ് ആൻഡ് പേയ്മെൻ്റ് ഉണ്ട്, പബ്ലിക് പ്രൊഫൈലുണ്ട്, പിന്നെ നമുക്ക് ആഡ് അക്കൗണ്ട് നിലവിലുള്ള ഒരു ആഡ് അക്കൗണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ആഡ് അക്കൗണ്ട് നിലവിൽ ഞാനിപ്പോൾ സൗദി അറേബ്യയിലെ ടീമിന് വേണ്ടിയിട്ട് ചെയ്യുന്ന നിലവിലൊരു നോർമൽ ഒരു ആഡ് അക്കൗണ്ട് ഉണ്ട്. സോ നമുക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ആഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് മാനേജ് ചെയ്യണം, അതുപോലെ തന്നെ അതിലേക്ക് ഇതിൻ്റെ ബില്ലിങ്ങും കാര്യങ്ങളും എങ്ങനെ ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ടത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ല. ബേസിക്കലി നമ്മളൊരു ഫസ്റ്റ് ടൈം ഒരു ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആദ്യം ആഡ് റൺ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ടാർഗറ്റ്. അപ്പോൾ ആഡ് ക്രിയേറ്റ് ആഡ്സ് നോക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ട പോപ്പപ്പിലേക്ക് പോകും. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. സോ നമ്മൾ ക്രിയേറ്റ് ആഡ് നമ്മൾ കണ്ട പോപ്പപ്പിലേക്ക് റിട്ടേൺ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ അവയർനെസ് ആൻഡ് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ ഞാൻ ചെയ്യണ ഫസ്റ്റത്തെ ക്യാമ്പയിന്. സോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഒരു ഓപ്ഷൻ കാണും, ഓട്ടോമാറ്റിക് ക്ലിക്സ് ക്യാമ്പയിൻ ആൻഡ് മാനുവൽ ബിൽഡ് ക്യാമ്പയിൻ. ഈ ഓട്ടോമാറ്റിക് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങളും ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ ഈ AI ജനറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒക്കെ ഈ AI നോക്കുന്നത്, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, നോക്കാം അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ഡയറക്ടറി, അതൊരു ഓട്ടോമേഷനായിട്ട് കൊടുക്കുക. നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ഒന്നും ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതാണ് മാനുവൽ ബിൽഡ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലൊക്കേഷൻസ്, ഇൻട്രസ്റ്റ്, ബിഹേവിയർ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ അതിൽ കൊടുക്കേണ്ടതാണ് മാനുവൽ ബിൽഡ്. പക്ഷെ ഓട്ടോമാറ്റിക്കലി അതിന് ആവശ്യമില്ല. അത് AI തന്നെ അത് ഫ്രണ്ടിലേക്ക്, അതായത് പീപ്പിൾസിൻ്റെ മുമ്പിലേക്ക് എത്തിക്കും. സോ നമ്മൾ മാനുവലാണ് സെലക്ട് ചെയ്യുന്നത്. അധികം മെയിൻ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് മാനുവലാണ്. നമുക്കൊന്നും കൂടി കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് മാനുവലാണ്. അപ്പോൾ ജസ്റ്റ് മാനുവൽ സെലക്ട് ചെയ്യാം. സോ ഓക്കെ, നമ്മൾ ക്യാമ്പയിൻ സെറ്റ് ചെയ്യാം. ഞാൻ നെയിം വന്നിട്ടുള്ള ക്യാമ്പയിൻ ഒരു നെയിം വെച്ചിട്ടുണ്ട്. സോ ഇതിൽ കാണാൻ പറ്റും, ഇതാണ് നമ്മൾ ഏകദേശം ഫേസ്ബുക്കിൽ ചെയ്യണ പോലെ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ 3 ആഡ് സെറ്റ് ഉണ്ടാവും. 3 ആഡ്സില്ല, 4, 1 2 3 4 മെയിനായിട്ട് 3 ആഡ് സെറ്റ് ഉണ്ടാവും. അതിൽ ഈ ഒരു റിവ്യൂ ആൻഡ് പബ്ലിഷ് ഇട്ട് 4 എണ്ണം, 4-മത്തത്. സോ അതിലാണ് നമ്മൾ എമൗണ്ട് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം, അത് റിവ്യൂ ചെയ്ത് പബ്ലിഷിലേക്ക് പോകുന്ന പോപ്പപ്പ്. സോ ഈ ഒരു 3 ആഡ് സെറ്റിൽ ആദ്യം പേര് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ. നമ്മൾ എങ്ങനെയാണോ ഫേസ്ബുക്കിൽ ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ. അങ്ങനെ ഞാൻ അതിലൊരു ഫസ്റ്റത്തെ ക്യാമ്പയിനിലെ ഫസ്റ്റത്തെ ആഡ് സെറ്റിൽ നെയിം 1 എന്നിട്ടൊരു നെയിം കൊടുത്തു. അതിനുശേഷം നമ്മൾ ആഡ് ഏത് ഡേറ്റിലാണ് പോകേണ്ടത്, സ്റ്റാർട്ടിങ് ഡേറ്റ് എങ്ങനെയാണോ എൻഡിങ് ഡേറ്റ് എങ്ങനെയാണെന്ന് കൊടുക്കുക. സോ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ് ഡേറ്റ്, എൻഡ് ഡേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ക്യാമ്പയിന് എന്നാണ് സ്റ്റോപ്പ് ആവേണ്ടത്, എൻഡ് ഡേറ്റ് എത്രയാണോ അത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നെയിം ഫസ്റ്റ് രണ്ടാമത്തെ ആഡ് സെറ്റിലേക്ക് നെയിം 2 കൊടുത്ത് നമ്മൾ പുതിയൊരു രണ്ടാമത്തെ ആഡ് സെറ്റിന് നമ്മൾ പുതിയ നെയിം കൊടുത്തു. പിന്നെ ട്രാക്കിംഗ് ഓപ്ഷനാണ് സ്നാപ്പ് പിക്സൽ. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളൊരു വെബ്സൈറ്റിലേക്കോ മറ്റിലേക്കോ ഏതെങ്കിലും ലാൻഡിങ് പേജിലേക്കൊക്കെ ആണ് നമ്മൾ വെബ്സൈറ്റിൻ്റെ വിസിബിലിറ്റി, അതായത് നമ്മൾ ഈ സെയിൽസ് ക്യാമ്പയിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോപ്പിഫൈ നമ്മൾ വെബ്സൈറ്റിലേക്കൊക്കെ ആൾക്കാർ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു സ്നാപ്പ് പിക്സൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമ്മൾ റെഡി ആക്കേണ്ടത്. പുതിയൊരു സ്നാപ്പ് പിക്സൽ ക്രിയേറ്റ് ചെയ്യണം. അതില്ലാത്തവർക്ക് ഒരു അവയർനെസ് പോലത്തെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതൊരു നമ്മൾ ചെയ്യുന്ന വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ വീഡിയോ വ്യൂസ്, എൻഗേജ്മെൻറ്റ് അങ്ങനെയൊക്കെ റീച്ച് വേണമെന്നുള്ള ആവശ്യക്കാർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്നാപ്പ് പിക്സലിന് ആവശ്യമില്ല. സോ ഒരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്നാപ്പ് പിക്സലിൻ്റെ ഒരു ക്രിയേറ്റ് ആക്കേണ്ടതുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രിയേറ്റ് ആർട്സിൽ പോയിട്ട്
പിക്സൽസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ പിക്സൽസ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിക്സൽ ജസ്റ്റ് ഒന്ന് വേറെ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഗോൾ ആൻഡ് ബിഡിൽ ഇതിലുണ്ടാവും അവയർനെസ് ആൻഡ് ഗോൾ ആയതുകൊണ്ട് നമ്മൾ അവയർനെസ് എൻഗേജ്മെൻറ്റ് ഫസ്റ്റത്തെ ക്യാമ്പയിൻ ചൂസ് ചെയ്തുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ഇംപ്രഷന് നമ്മളെ ആഡ്സിന് മാക്സിമം നമ്പർ ഇംപ്രഷന് കൊണ്ടുവരിക. അതുപോലെ തന്നെ മാക്സിമൈസ് 50 സെക്കൻഡ്സ് വീഡിയോ വ്യൂസ്, 15 സെക്കൻഡ് മാത്രം വീഡിയോ കണ്ടാൽ മതി ആ ഒരു മൈൻഡിൽ. പിന്നെ മാക്സിമം നമ്പർ ഓഫ് ക്ലിക്സ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു നല്ലൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്പർ ഓഫ് ഇംപ്രഷൻ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂൾ. ഇത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂളിങ്. എന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നാപ്പിലും ടിക്ടോക്കിലും വളരെ ഈ മെറ്റിൻ്റെ കേസിലാണെങ്കിലും ഹൈ ബഡ്ജറ്റാണ്. അപ്പോൾ ചുരുങ്ങിയത് നമ്മളൊരു $20 ഇതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം. ചുരുങ്ങിയത് ഇപ്പോൾ നമ്മൾ ഒരു ഫേസ്ബുക്കിൽ നമുക്കൊരു ചുരുങ്ങിയതൊരു 500 ആണ് നമ്മൾ ചെയ്യാന്ന് വെച്ചെങ്കിൽ നമുക്ക് പറ്റില്ല. ഇതിൽ ഡോളർ ബേസ് ആണ്. സോ ഡോളർ ബേസിൽ $500 ആവും. നമുക്ക് ചുരുങ്ങിയത് ഒരു $20 എന്ന് വെച്ച് നോക്കാം. $20 മിനിമം ഇതിൽ വേണ്ടത്. സോ $20 എത്രയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാവും. എത്രയാണ് $20 എന്ന് വരുന്നുള്ളത്. $20 USD നിയർ 1759 പൈസയും. ഈ എമൗണ്ട് ആണ് മിനിമം. നമുക്കൊന്ന് 15 ടെസ്റ്റ് ചെയ്ത് നോക്കാം. $15 സപ്പോർട്ടാവും. ഓക്കെ, 15 സപ്പോർട്ടാവും. ചില സമയത്ത് അതായത് 10 താഴെയാണ് തോന്നുന്നത്. 10 താഴെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഡെയിലി ബഡ്ജറ്റ് 6 കൊടുത്താലും പിന്നുള്ളതാണ് മെയിൻലി ഇമ്പോർട്ടൻറ്റ് ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂളിങ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ ബഡ്ജറ്റാണ് നമ്മളിതിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ സ്നാപ്ചാറ്റിൽ നമ്മൾ മിനിമം ഒരു 50 അല്ലെങ്കിൽ കുറഞ്ഞതൊരു $20 നമ്മളിതിൽ സ്പെൻഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഒരു സ്നാപ്ചാറ്റിൻ്റെ അൽഗോരിതം അനുസരിച്ച് എന്താണ് അത് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 3 or 4 days ആയിട്ട് നമ്മൾ ആഡ് ഫസ്റ്റ് ടൈം ഇട്ട് അത് സ്നാപ്ചാറ്റിൻ്റെ അൽഗോരിതം എന്ത് കാറ്റഗറി, ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ്, ഏത് ടൈപ്പ് ഓഫ് ആഡാണ്, ഏത് ടൈപ്പ് ഓഫ് പീപ്പിളാണ്, ടാർഗറ്റാണൊക്കെ മനസ്സിലാക്കിയിട്ട് അവരിലേക്കൊക്കെ ഒരു 3-4 ദിവസം കൊണ്ട് എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മിനിമം $50 മിനിമം ഈ ഒരു സ്നാപ്ചാറ്റിൽ സ്പെൻഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 20 എന്നൊക്കെ പറഞ്ഞാൽ പക്ക കുറവാണ്. സോ ഒരു $50 മിനിമം നമ്മൾ ഈ ഒരു ക്യാമ്പയിനിൽ സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഈ $10, $6, $5 എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആഡ്സ് എവിടെ എത്തില്ല. സോ ഒരുപാട് കാര്യങ്ങൾ അൽഗോരിതം അനുസരിച്ച് നമ്മൾ സ്നാപ്പ് മനസ്സിലാക്കി ഒരു 2 ആൾക്കാർ മുമ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ സോ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്തേ പറ്റൂ. സ്നാപ്ചാറ്റിൻ്റെ റെഫർ ചെയ്യുന്നുണ്ട് മിനിമം $50 മിനിമം ഇടണം എന്നുള്ളത്. സോ അതിൻ്റെ അത് $100 എത്രത്തോളം ഡോളേഴ്സ് കൂട്ടണം അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടും, എത്രത്തോളം കുറയണം അത്രത്തോളം ബാഡ് റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൽ പിന്നെ ഡെയിലി ബഡ്ജറ്റ്, ടൈം ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ സ്റ്റാർട്ട് ഡേറ്റ്. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലേസ്മെൻറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് പ്ലേസ്മെൻറ്റ് ഉണ്ട്, എഡിറ്റ് പ്ലേസ്മെൻറ്റ് ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളിപ്പോൾ കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ മെറ്റയിൽ ഈ പ്ലേസ്മെൻറ്റിൻ്റെ അഡ്വാൻസ് പ്ലസ് ഓഡിയൻസ് അങ്ങനെയൊക്കെ അതെടുത്താൽ എന്താണ് നമ്മൾ ഈ ഒരു മെസ്സഞ്ചറിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാ പ്ലാറ്റ്ഫോമിലും AI ജനറേറ്റഡ് ആയിട്ട് തന്നെ ഫേസ്ബുക്ക് റെക്കമെൻഡേഷൻ അതിൽ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഓട്ടോമാറ്റിക് പ്ലേസ്മെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ എഡിറ്റ് പ്ലേസ്മെൻറ്റും ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും പോകും. എഡിറ്റിംഗ് പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണോ ചൂസ് ചെയ്യണത്, ഏത് ടൈപ്പ് ഓഫ് അതായത് നമ്മൾക്ക് സ്നാപ്ചാറ്റാണ്. ഈ സ്നാപ്ചാറ്റിൽ ഒരുപാടുണ്ട്. അത് സ്റ്റോറീസ്, സ്പോട്ട് ലൈറ്റ്, അതുപോലെ തന്നെ സ്റ്റോറീസ്,
ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ നമ്മൾ ഈ ഒരു ആഡ് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എഡിറ്റ് കൊടുത്തിട്ട് ഈ കോണ്ടൻറ്റ്, അതായത് നമ്മളിപ്പോൾ സ്പോട്ട്ലൈറ്റ് സെർച്ചിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്റ്റോറീസിലൊക്കെ കയറ്റുക എന്നുള്ള മെയിൻ ടാർഗറ്റ് കൂടി നമ്മൾ സ്നാപ്പിൽ തന്നെ ചൂസ് ചെയ്യണം. നമ്മൾ എഡിറ്റ് കൊടുത്താൽ, അല്ലെങ്കിൽ ഈ ഓട്ടോമാറ്റിക് കൊടുത്താൽ എല്ലാ പ്ലാറ്റ്ഫോമിലും പോകും, അതിനനുസരിച്ച് അവിടെ എമൗണ്ട് സ്പെൻഡ് ആവുകയും ചെയ്യും. സോ എഡിറ്റ് കൊടുത്തിട്ട് നമുക്ക് വേണ്ട പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിട്ട് ആ ടൈപ്പ് ഓഫ് പ്ലേസ് ചൂസ് ചെയ്യാം. അടുത്തിട്ട് ഓഡിയൻസ് ആണ്. കസ്റ്റം ഓഡിയൻസ് ഉണ്ട്. സോ നമ്മൾ ലൊക്കേഷൻ കൊടുക്കാം. കസ്റ്റം ഓഡിയൻസ് നമുക്കൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ഓഡിയൻസ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ ലോക്കൽസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു ന്യൂ ഓഡിയൻസ് നോക്കിയിട്ട് ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലെ ആൾക്കാരിലേക്കാണ് അത് പോകേണ്ടത്, ഓഡിയൻസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ആക്കി വെക്കാം. പിന്നെ അതിൽ ലൊക്കേഷനാണ്. ലൊക്കേഷൻ സൗദി അറേബ്യ. നമുക്ക് നിങ്ങൾക്ക് ഏത് പർട്ടിക്കുലർ പ്ലേസിലേക്കാണോ നിങ്ങളുടെ ആഡ് പോകേണ്ടത് എന്നുള്ളതിലൊരു ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ ഈ സൗദി അറേബ്യയിലുള്ള റാബിക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമ്മൾ ചില പ്ലേസാണ് ഇതിലേക്ക് കൺവേർട്ട് ആയിക്കോട്ടില്ല, അല്ലെങ്കിൽ അതൊരു കൺട്രി ബേസ്ഡ് അല്ലെങ്കിൽ സിപ്പ് കോഡ് ബേസ് ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്യുക, ജിദ്ദ നടത്തുന്നത്. ജിദ്ദ ഇതാണ് സൗദി അറേബ്യനെ കൊടുക്കുക. ഓക്കെ, സൗദി അറേബ്യനെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ടൈപ്പ് ഓഫ് ഏത് കൺട്രീസിലേക്കാണോ, അല്ലെങ്കിൽ ആ കൺട്രീസിലുള്ള ഏത് ടൈപ്പ് ഓഫ് പ്ലേസിലേക്കാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പർട്ടിക്കുലർ ആഡ് റണ്ണ് പോകേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. എന്നിട്ട് അവിടെ നിങ്ങളുടെ ഒരു സ്ഥലം അവിടെ, അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് പ്ലേസിലേക്കാണോ പോകേണ്ടത് ആ ഒരു പ്ലേസ് നിങ്ങൾ അടിക്കുന്ന സമയത്ത് അവിടെ ഒന്നും ആ ഒരു പ്ലേസ് വിസിബിളായി കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഏരിയാസ് പോയി സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ കൺട്രീസ് ആണെങ്കിൽ അങ്ങനെ കിട്ടുന്ന പ്ലേസാണോ ഏതാണോ അത് പോയി സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് പ്ലേസിൻ്റെ അടുത്ത് ഏകദേശം ആ ഒരു ബേസ് ആയിരിക്കണം. അടുത്താണ് ഏജ്. ഇതിന് മെയിനായിട്ട് പറയാമെന്ന് വെച്ചാൽ 30 to 52 അല്ല 55 വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്. സോ നിങ്ങളുടെ ആഡ് എത്ര ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് കാണേണ്ടത് ആ ഒരു ആൾക്കാരെ സെലക്ട് ചെയ്യുക. ജെൻഡർ, ഓക്കെ. പിന്നെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ്, ലൈഫ് സ്റ്റൈൽ. ഇവിടെയാണ് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ റൺ ചെയ്യുന്നത് ഒരു ബ്രോസ്റ്റാണ്. സോ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ആഡാണ് ഞാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പോയിട്ട് നമുക്ക് ഫുഡീസ് ജസ്റ്റ് ഒന്ന് ഫുഡീസ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ആൾ, അതായത് ബർഗർ ലവേഴ്സ് ഉണ്ട്, ക്യാൻഡി സ്വീറ്റ്സ് ലവേഴ്സ്, കോഫീസ് ലവേഴ്സ് തുടങ്ങിയ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആ ഒരു ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അതിന് ഓൾ കൊടുക്കുകയാണ്. സോ ഓക്കെ, ഓൾ കൊടുത്തു. നിങ്ങൾക്കിപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്ലോത്ത്സ് അങ്ങനെ ഷൂസ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് നിങ്ങളെ ആഡിൻ്റെ ഏത് ബേസാണോ ആ ബേസിനനുസരിച്ച് ടാർഗറ്റ് ചെയ്യുക, ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺസ് ലാംഗ്വേജ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ ആഡ് റൺ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഭാഷ അറിയുന്ന ആൾക്കാരിലേക്കാണോ. ഇപ്പോൾ നിങ്ങൾ GCC ആണെന്നുണ്ടെങ്കിൽ അറബിക്ക് മസ്റ്റാണ്. അറബിക്ക്, അതുപോലെ തന്നെ മിനിമം ഒരു ഇംഗ്ലീഷിൽ മലയാളം. ഓക്കെ, സോറി, മലയാളം. സ്നാപ്ചാറ്റിൽ മലയാളം ഇല്ല, ഹിന്ദി ഉണ്ടാകുന്നുണ്ട്, ഹിന്ദി ഇല്ല. ഓക്കെ, നമുക്ക് തൽക്കാലം അറബിക്ക് ഇംഗ്ലീഷ് മതി. പിന്നെ അതിൽ മെയിനായിട്ട് കണ്ടൊരു ഡിഫറെൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡിവൈസസ് ആണ്. നമുക്ക് മെറ്റാഡ്സിലൊന്നും നമുക്ക് ഡിവൈസസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിൽ iOS ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, വെബ് ഉണ്ട്. ഇതിലിപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം നിങ്ങൾ ആഡ് റൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, iOS മാത്രം ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ രണ്ട് ഐഫോണും ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ, വെബാണ് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് ഇപ്പോൾ നല്ലതാണ് 3 പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന 3 സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ 3 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. അടുത്തത് നെക്സ്റ്റ് രണ്ടാമത്തെ അടിച്ചിട്ട് അപ്പോൾ ഇങ്ങനൊരു മാർക്ക് അവിടെ ഒരു റെഡ് മാർക്ക് അവിടെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ എന്തോ പ്രശ്നം പറ്റുന്നത്. നമ്മൾ സ്നാപ്പ് പിക്സൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, സ്നാപ്പ് പിക്സൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. സോ എന്തോ ഒരു
ഓക്കെ. നമുക്ക് ഇതിൽ ഏകദേശം കറക്റ്റ് പോയിട്ടില്ല. അതാണ് അവിടെ ഒരു റെഡ് മാർക്ക്. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി തോന്നുന്നു. അതായത് ഇവിടെ $50 നമുക്ക് ആ $50 അടിച്ചു കൊടുക്കാം. കറക്റ്റ് നമ്മൾ കൂട്ടത്തിൽ പറഞ്ഞു പോയതുകൊണ്ട് കറക്റ്റ് ഒപ്റ്റിമൈസ് ഇവിടെ നടന്നില്ല. അതാണ്. സോ ഓക്കെ, ഇപ്പോൾ റെഡി. നെക്സ്റ്റ് ഇതാണ് മൂന്നാമത്തെ ആഡ് സെറ്റ്. മൂന്നാമത്തെ ആഡ് സെറ്റിൽ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് നെയിമാണ്. സോ നെയിം നമ്മൾ ബേസിക്കലി നമ്മളിപ്പോൾ മറ്റിലും ചെയ്യണ മാതിരി തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഏകദേശം നമുക്ക് ആഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെയാണ് ആഡ് ഫോർമാറ്റ്, സിംഗിൾ ഇമേജ് വീഡിയോ, സ്റ്റോറി ആഡ്, കളക്ഷൻ ആഡ്. ഓക്കെ. അപ്പോൾ സിംഗിൾ വീഡിയോ അല്ലെങ്കിൽ ഇമേജ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷന്, സ്റ്റോറി സൈസിൽ സ്റ്റോറി മാത്രം പോകുന്നുണ്ടെങ്കിൽ സ്റ്റോറി ആഡ്. ഇപ്പോൾ സ്നാപ്ചാറ്റിലൊക്കെ സ്പോട്ട് ലൈറ്റ് സ്റ്റോറി ഇതൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ സ്റ്റോറി മാത്രം പോയെന്നുണ്ടെങ്കിൽ സ്റ്റോറി ആഡ്. കളക്ഷൻ ആഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതാക്കണം. ഇതിപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വീഡിയോ വ്യൂസിന് അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ആ ഒരു ഫോട്ടോക്ക് നല്ല വ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഇമേജ് വീഡിയോ, അതായത് ഒരു നമ്മളെ കോണ്ടൻറ്റ്സ് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാം. അടുത്തത് സ്റ്റോറി ആഡാണ്. സ്റ്റോറി ആഡ് നമ്മൾ സ്റ്റോറി സൈസ്, അതായത് an ad show in a bended title that opens into the collection 1 to 10 image or videos. ഓക്കെ. അതായത് നമുക്ക് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ പറ്റും ആഡായിട്ട്. അത് ത്രൂ നമുക്ക് അങ്ങനെ വ്യൂസ് കിട്ടും. കളക്ഷൻ ആഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിഫൈ പോലത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു സ്റ്റോറോ അല്ലെങ്കിൽ നമുക്ക് എന്തോ ക്ലോത്തിങ് ബ്രാൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും മൾട്ടിപ്പിൾ ഇമേജാക്കി സെറ്റാക്കി വെച്ചിട്ട് ഒരു കളക്ഷനായിട്ട്, അതായത് കണ്ടോ നിങ്ങൾ ഈ പ്ലേസ്മെൻറ്റിൻ്റെ സെക്ഷനിൽ കണ്ടാൽ മനസ്സിലാവും കളക്ഷൻ ആഡ് ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലാണ്, ഏത് ടൈപ്പ് ഓഫ് സ്ക്രീനിലാണ് കിടക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ്സ് ഉണ്ട്. അതായത് ഷൂസിന് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് കളേഴ്സ് 3 പിന്നെ അത് മെയിൻ വീഡിയോസോ ആണെങ്കിലോ അല്ലെങ്കിൽ ഇമേജ് ആണെങ്കിലോ അതൊരു ബാക്ക്ഗ്രൗണ്ട് വേറെ, സ്റ്റോറി സൈസ് അത് വേറെ, ഇമേജ് സിംഗിൾ ഇമേജ് ഒരു വീഡിയോ അത് വേറെ. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് സിംഗിൾ ഓർ ഇമേജ് വീഡിയോ ആണ്. അതുപോലെ തന്നെ അപ്ലോഡിങ്, സെറ്റപ്പ് മീഡിയ. ഇതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫയലിലുള്ള വീഡിയോസുകൾ എടുത്ത് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ സ്നാപ്ചാറ്റിൻ്റെ അക്കൗണ്ടിലുള്ള വീഡിയോസോ ഫോട്ടോസോ എന്താണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഇതിൽ സെറ്റപ്പ് മീഡിയ, അതായത് നമ്മളെ സ്നാപ്ചാറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പബ്ലിക് സ്റ്റോറി, അതായത് സ്പോട്ട് ലൈറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ഫോർ എക്സാമ്പിളായിട്ട് ആക്ച്വലി ഇതൊരു സൗദി ബേസ്ഡ് ഒരു ബ്രോസിൻ്റെ പരിപാടിയാണ്. ഓക്കെ. ചിക്കൻ ബർഗർ കൊടുക്കുകയാണ്. പ്രൊമോട്ട് സ്നാപ്പ്, ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ബർഗറിൻ്റെ ആ ഒരു ഇമേജിനെ അതിവിടെ ആഡ് ചെയ്യണം. സോ ഓക്കെ. അപ്പോൾ ഇവിടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആഡിന് ഒരു ഹെഡ്ലൈൻ വേണം. ആ ഹെഡ്ലൈനിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ആഡാണ് നിങ്ങൾ പോകുന്നത് ആ ടൈപ്പ് ആഡിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ടൈറ്റിൽ ഹെഡ്ലൈൻ ഇവിടെ കൊടുക്കുക. എക്സാമ്പിളായിട്ട് ഒരു ഹെഡ്ലൈൻ കൊടുക്കുക. ഇത് ഞാൻ നോർമലി ഇതിന് മുമ്പ് ഒരു ആഡ് ചെയ്തിട്ടുണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. സോ ഓക്കെ. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള ഈ പ്ലേസ്മെൻറ്റ് സെല്ലിലേക്ക് നോക്കുക. എങ്ങനെയുണ്ട്, ഇങ്ങനെയാണൊരു സ്റ്റോറി ആഡ് പോകുക എന്നുള്ളതിൻ്റെ ഒരു വ്യൂ. ഓക്കെ. ഡെസിഗ്നേഷൻ ഒന്നുകിൽ നമുക്ക് നേരത്തെ നമുക്ക് വെബ്സൈറ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഡീപ്പ് ലിങ്ക് എയർലൈൻസ് കോളിൽ ടെക്സ്റ്റ് ആയിട്ട് പോവാം. കോൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കോളിൻ്റെ ഫോൺ നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ട് OTP വെരിഫിക്കേഷൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ആക്കാം, അല്ലെങ്കിൽ ആപ്പിലേക്ക് ആക്കാം, ഒക്കെ ആക്കാം. അല്ല ഒന്നും വേണ്ടതെങ്കിലും രണ്ടാക്കാം. ഞാൻ ഇവിടെ ഡയറക്റ്റ് കോളിലേക്ക് പോവാണ്. ഞാൻ കോളാണ് വെക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളെ OTP വെരിഫൈ ചെയ്തിട്ട് നമ്പർ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. എന്നിട്ട് റിവ്യൂ ആൻഡ് പബ്ലിഷ് കൊടുക്കുക. നിങ്ങൾ റിവ്യൂ ആൻഡ് പബ്ലിഷ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ റിവ്യൂ പബ്ലിഷ് കൊടുത്താലേ എമൗണ്ട് പോവും. വേറൊരു പോപ്പപ്പ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ചെയ്യണ മാതിരി ഗൂഗിൾ പേ പോലെ അല്ല അവിടുത്തെ പേയ്മെൻറ്റ് സെക്ഷൻസ്. അവിടുത്തെ പേയ്മെൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം പേപ്പാൽ
പേപ്പാൽ ത്രൂ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എന്ന സെറ്റപ്പുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും അത് ക്രെഡിറ്റ് കാർഡ് ത്രൂ അല്ലെങ്കിൽ പേപ്പാൽ ത്രൂ അല്ലെങ്കിൽ പ്രീപെയ്ഡ് അല്ലെങ്കിൽ മുൻകൂട്ടി അടച്ച എമൗണ്ട്, മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് ഓർ പേപ്പാലാണ്. സോ ഞാൻ യൂസ് ചെയ്യണത് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ നമ്മൾ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് കൊടുത്തപ്പോൾ എനിക്ക് ആ ഒരു ഇത് കിട്ടി റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങളെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ നിങ്ങൾ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ പേപ്പാലുള്ളവർ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ പേപ്പാൽ ട്രൈ ആക്കിയൊക്കെ എൻ്റെ കുറച്ച് ടെക്നിക്കൽ എറർ ഉണ്ടായതുകൊണ്ട് പേപ്പാൽ റെഡി ആയില്ല. സോ എന്തായാലും പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ റെഡി ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പേപ്പാലിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ടൊന്ന് ലോഗിൻ ആക്കിയിട്ട് ഒന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം. സോ ഇത്രയൊക്കെയാണ് ഏകദേശം നമ്മുടെ സ്നാപ്ചാറ്റിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ. ഏകദേശം ഒരു മെറ്റാഡ്സ് എങ്ങനെ റൺ ചെയ്യണം, സോ ബേസിക്കലി ആണ്, എന്നാലും കുറച്ച് ഡിഫറൻ്റ്ലി ആണ്. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഓരോ ഈ 3 ആഡ് സെറ്റ് ഇപ്പോൾ അതിന് ഏകദേശം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ ജസ്റ്റ് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.